ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹവും ആദരവും ഭക്തിയും ആരാധനയും വർദ്ധിക്കണമെങ്കിൽ അവിടുന്ന് നമുക്ക് നൽകിത്തന്ന വീണ്ടെടുപ്പിൻ്റെ വില നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓരോ ക്രൈസ്തവരും നിർബന്ധമായും കേട്ടിരിക്കേണ്ടുന്ന ഒരു സന്ദേശമാണ് ഈ സന്ദേശം. എന്തുകൊണ്ടാണ് നാം യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നത്? എന്തുകൊണ്ടാണ് കർത്താവിനെ ഇത്രയധികം നാം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യേണ്ടത്? ഇത് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വേദഭാഗങ്ങൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. നിങ്ങൾ കഴിയുമെങ്കിൽ ഒരു വിശുദ്ധ വേദപുസ്തകം നിങ്ങളുടെ അരികിൽ എടുത്തു വെച്ചിട്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്തൊന്ന് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ആത്മീക ജീവിതത്തിന് ഇതൊരു ഭയങ്കര അനുഗ്രഹമായിരിക്കും. ഏറ്റവും കുറച്ച് നാം കേട്ടിട്ടുള്ള അല്ലെങ്കിൽ പ്രസംഗിക്കപ്പെടുന്ന ഒരു ഭാഗമാണ് ഞാൻ ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഞാൻ ഒരുപാട് കേട്ടിട്ടില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിത്തന്ന ചില ചിന്തകൾ ഒരുപാട് വളച്ചു നീട്ടലുകളില്ലാതെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ. വെളിപ്പാട് പുസ്തകം 4-5 അധ്യായങ്ങൾ ഒരു സ്വർഗീയ സദസ്സാണ്. യോഹന്നാന് ദൈവം നൽകിക്കൊടുത്ത ഒരു ആത്മീക വെളിപ്പാടാണിത്. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു സ്വർഗീയ സദസ്സ് നമ്മൾ അവിടെ കാണുന്നുണ്ട്, ഒരു സ്വർഗീയ മഹാസമ്മേളനം. ആ സമ്മേളനത്തിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ഒരു അറുക്കപ്പെട്ട കുഞ്ഞാടാണ്. യോഹന്നാൻ എഴുതിയിരിക്കുന്നത് അറുക്കപ്പെട്ട കുഞ്ഞാട് പോലെ നിൽക്കുന്നത് കണ്ടു എന്നാണ്. അറുക്കപ്പെട്ട കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു എന്നാണ്. ആരാണ് ഈ അറുക്കപ്പെട്ട കുഞ്ഞാട്? എന്താണ് ഈ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ പ്രാധാന്യത? ഇതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ സിംഹാസനത്തിൽ ഇരുന്നവന്റെ കയ്യിൽ അകത്തും പുറത്തും മുദ്രയിട്ടതായി എഴുത്തുള്ളതായി 7 മുദ്രയുള്ള ഒരു പുസ്തകം ഇരിക്കുന്നത് കണ്ടു. ആ പുസ്തകം എന്താണെന്ന് പഠിക്കണം. 2, അറുക്കപ്പെട്ട കുഞ്ഞാട് ആരാണെന്ന് പഠിക്കണം. ആ കുഞ്ഞാട് നമുക്ക് വേണ്ടി ചെയ്തു തന്നത് എന്താണെന്ന് മനസ്സിലാക്കണം. ഈ 3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ക്രിസ്തുവിലൂടെ ലഭ്യമായ ആ വീണ്ടെടുപ്പിന്റെ വിലയെ നമ്മൾ ഒന്നാമത് മനസ്സിലാക്കും. 2, നാം യേശുവിനെ എന്തുകൊണ്ട് ആരാധിക്കുന്നു, സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാകും. കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹം ഭയങ്കരമായിട്ട് വർദ്ധിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കാൻ ഇഷ്ടപ്പെടുന്നത് കർത്താവിനെ കുറിച്ചാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ എന്താ പറയുന്നത്, ഇത്രയും നമ്മളെ സ്നേഹിച്ച മറ്റൊരാളുണ്ടോ എന്ന് അറിയത്തില്ല. ആ സ്നേഹം അനുഭവിക്കുന്നത് കൊണ്ടാണ് ആ സ്നേഹം പരിശുദ്ധാത്മാവ് ഈ സന്ദേശം നിങ്ങളിലേക്ക് കൈമാറുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് നൽകിത്തരട്ടെ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം നിങ്ങൾ ശ്രവിച്ചാലും. ഞാൻ ഈ വാക്യങ്ങളൊന്നും വായിക്കുന്നില്ല. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ചുരുക്കമായിട്ട് നിങ്ങളോട് പറയുകയാണ്. ബൈബിള് കയ്യിലുണ്ടാകുമല്ലോ, പെട്ടെന്ന് പറഞ്ഞു വിടാം. സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കൈയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയുള്ള ഒരു പുസ്തകം കണ്ടു. ഈ പുസ്തകം എന്താണെന്ന് ഞാൻ വഴിയെ പറയാം. അടുത്തത് യോഹന്നാൻ കാണുന്ന ഒരു കാഴ്ച, ഈ പുസ്തകത്തിന്റെ മുദ്ര പൊട്ടിക്കുവാൻ അല്ലെങ്കിൽ ഈ പുസ്തകത്തിൽ നോക്കാൻ പോലും സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്ക് താഴെയോ ആരെയും കാണായികയാൽ ഞാൻ ഏറ്റവും കരഞ്ഞു. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ യോഹന്നാനോട് പറയുകയാണ്, യഹൂദ ഗോത്രത്തിന്റെ സിംഹമായവൻ, ദാവീദിന്റെ വേരുമായവൻ പുസ്തകത്തിന്റെ മുദ്ര പൊട്ടിക്കുവാൻ തുറക്കുവാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ ഞാൻ അത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം ഉടനെ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും മൂപ്പന്മാരുടെയും ഒക്കെ മധ്യത്തിൽ അറുക്കപ്പെട്ടതുപോലെ ഒരു കുഞ്ഞാട് നിൽക്കുന്നത് കണ്ടു. ഈ കുഞ്ഞാടിനെ കുറിച്ചുള്ള ചില വിവരണങ്ങൾ താഴത്തെ വാക്യത്തിലുണ്ട്. പെട്ടെന്ന് മുൻപോട്ട് പോകാം. ഒന്നാമത്, എന്താണ് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ കയ്യിലുള്ള ഈ പുസ്തകം എന്ന് നമുക്ക് നോക്കാം. കാരണം ഈ പുസ്തകത്തിന്റെ മുദ്ര പൊട്ടിക്കുവാൻ ഒരു വ്യക്തിയും യോഗ്യനായി കാണുന്നില്ല. അവിടെയാണ് ഈ അറുക്കപ്പെട്ട കുഞ്ഞാട് ജയം പ്രാപിച്ചിരിക്കുന്നു. ആ പദം ശ്രദ്ധിക്കുക. അറുക്കപ്പെട്ട കുഞ്ഞാട് ജയം പ്രാപിച്ചിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം നമ്മൾ അവിടെ കാണുവാൻ ഇടയായി തീരുന്നുണ്ട്. അതാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. എന്താണ് ഈ പുസ്തകം? ഈ പുസ്തകം ആദ്യമേ തന്നെ ഞാൻ പറയാം ഈ പുസ്തകം എന്താണെന്നുള്ളത്. ഈ പുസ്തകം എന്ന് പറയുന്നത് ഈ സകല പ്രപഞ്ചത്തിൻ്റെയും ആധാരപത്രമാണ്. കുറച്ചുകൂടെ ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് ശ്രമിക്കുകയാണ്.
പ്രവാചകനായ യിരെമ്യാവിന്റെ പുസ്തകം 31, 32 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ, 32-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട്. യിരെമ്യാവ് ഇങ്ങനെ ഏകദേശം ബന്ധനസ്ഥനാക്കപ്പെട്ട അവസ്ഥയിൽ അദ്ദേഹം കിടക്കുമ്പോൾ യഹോവയാം ദൈവം യിരെമ്യാവിനോട് പറഞ്ഞു, നിന്റെ ഇളയപ്പൻ ശല്ലൂമിന്റെ മകൻ ഹനമേൽ നിന്റെ അടുക്കൽ വരും. അവന്റെ കയ്യിൽ നിന്ന് അവൻ വന്ന് നിന്നോട് പറയും, അനാഥോത്തിലെ അങ്ങയുടെ അവകാശ നിലം വാങ്ങണം എന്ന് പറഞ്ഞാൽ യിരെമ്യാവിന്റെ അവകാശ നിലം വാങ്ങണം. അങ്ങനെ അദ്ദേഹം വരുന്നു. യിരെമ്യാവ് 17 ശേക്കൽ വെള്ളി അദ്ദേഹത്തിന് തൂക്കി കൊടുത്തിട്ട് സാക്ഷികളെ വെച്ചിട്ട് യിരെമ്യാവ് തൻ്റെ അവകാശ നിലം വാങ്ങി. എന്നിട്ട് മുദ്രയിട്ടിട്ട് ഒരു മൺഭരണിയിലാക്കി വെച്ചു. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, യിരെമ്യാവിൻ്റെ അവകാശ ഭൂമിയെ വില കൊടുത്ത് യിരെമ്യാവ് വാങ്ങി ഒരാധാരമുണ്ടാക്കി സാക്ഷികളെ കൊണ്ട് മുദ്രയിടിപ്പിച്ച് ഇത് സൂക്ഷിച്ചു വെച്ചു. എന്ന് പറഞ്ഞാൽ ഇനി ഏത് കാലത്തും ഈ സ്ഥലം യിരെമ്യാവിൻ്റെതാണ്. കുറച്ചുകൂടെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തന്നാൽ, നമ്മുടെ എല്ലാം വീടുകളിൽ സ്വന്തമായി സ്ഥലവും വീടുമുള്ളവരുടെ കയ്യിൽ അവരോട് നമ്മൾ ചോദിച്ചാൽ ഈ സ്ഥലം നിങ്ങളുടേത്, എങ്ങനെയാണ് ഈ സ്ഥലം നിങ്ങളുടേതെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു ആധാരം എടുത്തുകൊണ്ട് കാണിച്ചിട്ട് പറയും, ദേ ഈ സ്ഥലത്തിന്റെ അവകാശി ഞാനാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ കയ്യിലുള്ള ഈ അകത്തും പുറത്തും എഴുത്തുള്ള മുദ്രയിടപ്പെട്ട പുസ്തകം? ഇത് ഈ പ്രപഞ്ചത്തിന്റെ ആധാരപത്രമാണ്. എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ വീണ്ടെടുക്കണം. എങ്ങനെയാണ് ഈ പ്രപഞ്ചം നഷ്ടപ്പെട്ടു പോയത്? ഈ പ്രപഞ്ചം നഷ്ടപ്പെട്ടു പോയത് നമുക്കറിയാം, ആദാമ്യ വീഴ്ചയുമായി ബന്ധപ്പെട്ട് ഈ ഈ ഭൂമി പിശാചിന്റെ അധീനതയിലായി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. എങ്ങനെയാണ് അധീനതയിലായി തീർന്നത്? തെളിവെന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും തെളിവുണ്ട്. യേശുവിന്റെ പരീക്ഷയുടെ സമയത്ത് പിശാച് വന്ന് യേശുവിന്റെ മുമ്പിൽ നിർത്തിയിട്ട് സകല രാജ്യങ്ങളെയും അതിന്റെ മഹത്വത്തെയും കാണിച്ചിട്ട് പറയുന്നു, ഇതെല്ലാം എങ്കിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ സ്വന്തമാണെന്നല്ല, ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, എനിക്ക് കിട്ടിയിരിക്കുകയാണ്, എനിക്ക് മനസ്സുള്ളവന് ഞാനത് കൊടുക്കും. അപ്പം അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത്, ഈ ഭൂമി മനുഷ്യന്റെ വീഴ്ചയോടുകൂടി പാപം പ്രവേശിക്കുകയും വഞ്ചകനായ സാത്താൻ ഇതിൻ്റെ ദൈവമായി, ഇതിൻ്റെ അവകാശിയായി, ഇതിൻ്റെ നടത്തിപ്പുകാരനായി നിലകൊള്ളുകയാണ്. മനസ്സിലായോ? അപ്പം അതിൽ നിന്ന് ഒരു വിമോചനം ആവശ്യമാണ്. അതെങ്ങനെ സാധിക്കും? അത് സാധിക്കുന്നത് നമ്മുടെ കർത്താവിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 23, 24 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്, ആദ്യ ബലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ ഒടുവിൽ അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവാം ദൈവത്തെ ഏൽപ്പിക്കും. നമ്മൾ സാധാരണ പറയത്തില്ലേ, എന്ന് ഈ പോരാട്ടം മാറും, എന്ന് ഈ പ്രതിസന്ധി മാറും, എന്ന് ഈ പിശാചിന്റെ പ്രവൃത്തി മാറും, എന്ന് ഇവിടുത്തെ ആക്രമണങ്ങളും അഴിമതികളും ഒക്കെ മാറും. ഇത് നമ്മളെ കൊണ്ട് നീക്കാൻ പറ്റത്തില്ല. കാൽവറി ക്രൂശിലൂടെ യേശു കർത്താവ് നമുക്ക് വേണ്ടി ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിന്റെ പൂർണ്ണത വെളിപ്പെടുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നിടത്താണ്. കുഞ്ഞാട് മുദ്രകളെല്ലാം പൊട്ടിച്ച് നീതിയോടെയുള്ള ന്യായവിധി നടത്തി ഈ ഭൂമിയെ ശുദ്ധീകരിച്ച് പിതാവിന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കും. അപ്പോൾ അവസാനം വരും. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, ഒടുവിൽ അവൻ എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും നീക്കം വരുത്തിയിട്ട്. വാഴ്ചകൾ, അധികാരങ്ങൾ എന്നുള്ള പദം നമുക്ക് എഫെസ്യ ലേഖനത്തിൽ കാണാനായിട്ട് പറ്റുമല്ലോ, ഇല്ലേ? നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും. അപ്പൊ നമുക്കാർക്കും ഇതിനെ കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല. നമ്മുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടോ നമ്മുടെയൊക്കെ ആരാധന കൊണ്ടോ ഒന്നും സമ്പൂർണമായി പിശാചിനെ തോൽപ്പിക്കാൻ നമുക്ക് പറ്റത്തില്ല. കാൽവറി ക്രൂശിൽ കർത്താവ് കൊണ്ടാടിയ ജയോത്സവത്തിന്റെ മേൽ നിന്നുകൊണ്ട് ആ വിജയത്തെ നമ്മൾ പ്രഖ്യാപിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഇരിക്കുന്ന ആ പുസ്തകം എന്ന് പറയുന്നത് ഭൂമിയുടെ വീണ്ടെടുപ്പിന്റെ അതേ ഒരു അധികാരപത്രമാണ്, അല്ലെങ്കിൽ ആ ഒരു ആധാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പം ഈ പുസ്തകം മേടിക്കുവാൻ, മുദ്ര പൊട്ടിക്കുവാൻ യോഗ്യനായി ആരെങ്കിലും ഉണ്ടോ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ഒരു ദൂതനെ ഞാൻ അവിടെ കണ്ടു. പക്ഷേ സ്വർഗത്തിൽ കോടിക്കണക്കിന് ദൂതന്മാരുണ്ട്, 24 മൂപ്പന്മാരുണ്ട്, ജീവികളുണ്ട്, ഇവരൊക്കെ ശക്തരാണ്. പക്ഷേ അവർക്കാർക്കും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ കയ്യിൽ നിന്ന് ഈ പുസ്തകം മേടിച്ച് മുദ്ര പൊട്ടിക്കുന്നത് പോയിട്ട്
നോക്കാൻ പോലും യോഗ്യതയില്ല എന്ന് നമ്മൾക്ക് ഇവിടെ കാണുകയാണ്. അപ്പോൾ യോഹന്നാനായി ഞാൻ ഏറ്റവും കരഞ്ഞു എന്നാണ്. കാരണം മറ്റാരെയും കാണാത്തത് കൊണ്ട് ഏറ്റവും കരഞ്ഞു. വേഗത്തിൽ മുൻപോട്ട് പോവുകയാണ്. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുവൻ പറയുകയാണ്, നീ കരയരുത്. യഹൂദാ ഗോത്രത്തിന്റെ സിംഹം, ദാവീദ് ഗോത്രത്തിന്റെ വേരുമായവൻ. ഇവിടെ യേശുവിനെ അറുക്കപ്പെട്ട കുഞ്ഞാടായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അറുക്കപ്പെട്ട കുഞ്ഞാടാണെന്നല്ല, ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ കണ്ടു എന്നുള്ളതാണ്. നമുക്ക് മനസ്സിലാകും ഇത് അക്ഷരാർത്ഥത്തിൽ ഒരു കുഞ്ഞാടല്ല, ഒരാടല്ല. കാരണം എന്താണെന്നറിയാമോ? 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അവൻ വന്നു സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ നിന്ന് പുസ്തകം വാങ്ങി എന്ന് എഴുതിയിരിക്കുമ്പോൾ ഒരാടിന് ഒരിക്കലും നടന്നുപോയി അത് വാങ്ങാൻ പറ്റത്തില്ല. അപ്പൊ ഇതൊരു സദൃശ്യമാണ്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു കുഞ്ഞാടിനോട് ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്, അറുക്കപ്പെട്ട കുഞ്ഞാട്. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ കുഞ്ഞാടെന്ന് പറയുന്നത്? നമ്മൾ ഇത് മനസ്സിലാക്കിയാൽ കർത്താവിനെ നമ്മൾ ഒത്തിരി സ്നേഹിക്കും, ആരാധിക്കും. നമ്മുടെ ഹൃദയം ഒന്നുകൂടെ കർത്താവിന് വേണ്ടി നൽകും. അതാ ഞാൻ പറഞ്ഞത്, എല്ലാ ക്രൈസ്തവരും ഇത് മനസ്സിലാക്കുക. യോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ആരെ നോക്കിയാ പറഞ്ഞതെന്നറിയാമോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കി. ഇതാ എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് വന്നു എന്നുള്ളതാണ്. എന്തിനാണ് കുഞ്ഞാടെന്ന് പറയുന്നത്? യിരെമ്യാവ് പറഞ്ഞു, ആമേൻ, അവൻ അതേ അറക്കുവാൻ കൊണ്ടുപോകുന്ന മെരുക്കമുള്ള കുഞ്ഞാടിനെ പോലെ ഇരുന്നു. നമുക്കറിയാം, പഴയ നിയമത്തിൽ യഹൂദന്മാരുടെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ പുറപ്പെടുവുമായിട്ട് ബന്ധപ്പെട്ട് അവരോട് പറഞ്ഞു, 1-ാം മാസമായ ആബീബ് മാസം 10-ാം തീയതി നിങ്ങൾ ഒരാടിനെ എടുക്കണം, 1 വയസ്സുള്ള ഒരാടിനെ എടുക്കണം. ഈ ആടിനെ 14-ാം തീയതി സന്ധ്യയ്ക്ക് അറുത്ത് അതിന്റെ രക്തം കട്ടളമേലും കുറുമ്പടിമേലും പുരട്ടുമ്പോൾ സംഹാരകൻ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കാതെ ഒഴിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഈ കുഞ്ഞാട് ആർക്ക് നിഴലാണ്? നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പം യേശുവിനെ കുഞ്ഞാടെന്ന് പറയുവാനായിട്ടുള്ള കാരണം നിഷ്കളങ്കത. 2, പഴയ നിയമത്തിന്റെ ആചാരങ്ങൾ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളെല്ലാം യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന് നിഴലായിരുന്നു. ഒരാടിനെ പോലെ നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവ് അറുക്കപ്പെട്ടു എന്നുള്ളതാണ്. അടുത്തത്, നമ്മൾ എന്തുകൊണ്ടാണ് കർത്താവിനെ സ്നേഹിക്കേണ്ടുന്നത്? എന്തുകൊണ്ടാണ് ഇവിടെ കുഞ്ഞാട് അല്ലെങ്കിൽ യേശു ക്രിസ്തു ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്? ലേവ്യ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗം വളരെ വ്യക്തമായിട്ട് നമ്മൾ ഇത് മനസ്സിലാക്കണം. ഒരു വ്യക്തിയുടെ അവകാശം നഷ്ടപ്പെട്ടാൽ, അവകാശ നിലം നഷ്ടപ്പെട്ടാൽ, ആ വ്യക്തിക്ക് അത് വീണ്ടെടുക്കാൻ കഴിയാതെ പോയാൽ അവന്റെ അടുത്ത ചാർച്ചക്കാരൻ അത് വീണ്ടെടുക്കണം. അടുത്ത ചാർച്ചക്കാരന് മാത്രമേ അത് വീണ്ടെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ വീണ്ടെടുക്കുന്ന ചാർച്ചക്കാരൻ അടുത്ത രക്തബന്ധമായിരിക്കണം, അല്ലെങ്കിൽ അടുത്ത ബന്ധുവായിരിക്കണം. 2, വീണ്ടെടുക്കുവാൻ യോഗ്യതയുള്ളവനാകണം. നോക്കിക്കേ, ഞാനതാണ് പറഞ്ഞത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മിൽ ഒരാളായി വന്ന്, നമ്മുടെ ചാർച്ചക്കാരനായി വന്ന്, ദൈവത്തിന് സ്തോത്രം, തൻ്റെ രക്തം കൊടുത്ത് നമ്മളെ വീണ്ടെടുത്തു. മറ്റാരും നമ്മളെ രക്ഷിക്കാൻ ഇറങ്ങി വന്നിട്ടില്ല ഈ ഭൂമിയിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യേശുവിനെ സ്നേഹിക്കണം, യേശുവിനെ ആരാധിക്കണം. യേശുവിനോടുള്ള സ്നേഹം അത്രയ്ക്ക് വലിയതായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് സഹോദരന്മാരോട് സകലത്തിലും സദൃശ്യനായി തീർന്നത്. ന്യായപ്രമാണത്തിന്റെ വീണ്ടെടുപ്പിനുള്ള എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് അവിടുന്ന് നമുക്ക് വേണ്ടി എന്നേക്കുമായിട്ടുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. എങ്ങനെ? കാൽവറി ക്രൂശിൽ നമ്മുടെ രക്തം നമുക്ക് വേണ്ടി തൻ്റെ രക്തം വീണ്ടെടുപ്പ് വിലയായി നൽകി, താൻ തന്നെ നമുക്ക് വേണ്ടി മറുവില കൊടുത്ത് അതെ എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ക്രിസ്തുവിന്റെ പ്രാതിനിധ്യ മരണം. യേശുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് യഹൂദാ ഗോത്രത്തിന്റെ സിംഹം. യഹൂദാ ഗോത്രം ബാലസിംഹം എന്നാണ് വിളിക്കപ്പെടുന്നത്. ആ ബാലസിംഹത്തിന്റെ അകത്തെ അതെ യഥാർത്ഥമായ ഒരു സിംഹം എന്ന് പറയുന്നത് യഹൂദാ ബാലസിംഹമാണ്, യേശു ക്രിസ്തുവാണ്. ദാവീദ് ഗൃഹത്തിന്റെ വേര് എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദാവീദിന്റെ വേര് എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ കുടുംബത്തിൽ കർത്താവായ യേശു ക്രിസ്തു അതെ ഈ ഭൂമിയിൽ ഭൂജാതനായി തീർന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഈ കുഞ്ഞാടിനെ കുറിച്ച് 7 കൊമ്പ് തന്റെ ശക്തിയെ കാണിക്കുന്നു, 7 കണ്ണ്. സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ ഭൂമി മുഴുവനും ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന 7 കണ്ണെന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ പരമാധികാരത്തെയും ആ മഹത്വത്തെയുമാണ് കാണിക്കുന്നത്. ഞാനിവിടെ നിർത്തുകയാണ്, സമയം മുൻപോട്ട് പോയതുകൊണ്ട്. ഇത് വെളിപ്പാട് പുസ്തകത്തിന്റെ ക്ലാസ് ആണല്ലോ. ആ കർത്താവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. അറുക്കപ്പെട്ട കുഞ്ഞാട് പോലെ നിൽക്കുന്നത് കണ്ടു. ആ കർത്താവിനെ നമുക്ക് സ്നേഹിക്കാം,
ആരാധിക്കാം. ആ സ്നേഹത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.